പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ ഒന്നാം പ്രതി രാഹുലിന്റെ അമ്മയും സഹോദരിയും നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് കോടതി വിധി പറയും. കഴിഞ്ഞ ദിവസം കോടതി ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോൾ വാദങ്ങൾക്ക് ശേഷം വിധി പറയാനായി ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. യുവതിയെ ആക്രമിച്ച സംഭവത്തിൽ പങ്കില്ലെന്ന് കാണിച്ചാണ് രാഹുലിന്റെ അമ്മ ഉഷാകുമാരിയും സഹോദരി കാർത്തികയും അപേക്ഷ നൽകിയത്. ഇവരുമായി കോഴിക്കോട് നിന്നും ആനന്ദ് പുതൂർ ചേരുകയാണ്. ആനന്ദ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം കോടതി ഒരു വിഷയം പരിഗണിച്ചപ്പോൾ വിധി പറയാനായി ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. മുഖ്യപ്രതി രാഹുലിൻ്റെ അമ്മയും സഹോദരിയും നൽകിയ ജാമ്യാപേക്ഷയിലാണ് വിധി. മറ്റു വിശദാംശങ്ങൾ കൂടി. KP പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിലെ 2ഉം 3ഉം പ്രതികളായ ഉഷാകുമാരി, കാർത്തിക എന്നിവരാണ് കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ തങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, ഈ പീഡനവുമായി ബന്ധപ്പെട്ട് പങ്കില്ലെന്ന് കാണിച്ചുകൊണ്ട് കോഴിക്കോട് സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയിരുന്നത്. ഈ കഴിഞ്ഞ ദിവസം പോലീസ് ഇതിന്റെ കേസ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് നടന്ന വാദങ്ങൾക്ക് ശേഷം ഇന്ന് ഇവരുടെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോഴിക്കോട് സെഷൻസ് കോടതി വിധി പറയും. നേരത്തെ ജാമ്യാപേക്ഷയിൽ തന്നെ ഇവർ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്തരത്തിൽ തങ്ങൾക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു പങ്കുമില്ല. ഈ യുവതി, അതായത് മർദ്ദനത്തിനേറ്റു എന്ന് പറയപ്പെടുന്ന ഈ യുവതി ആദ്യം നൽകിയ പരാതിയിൽ തങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ല. പിന്നീട് ആരുടെയൊക്കെയോ പ്രേരണ പ്രകാരമാണ് ഇത്തരത്തിൽ തങ്ങളുടെ പേര് കൂടി അതിൽ കൂട്ടിച്ചേർത്തത്. പോലീസിന് തങ്ങളെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു തിടുക്കമുണ്ട് എന്നുള്ള കാര്യങ്ങളടക്കം ഇവർ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നൽകിയിരുന്നു. എന്തായാലും ഈ 2 തവണയാണ് ഇവർക്ക് നോട്ടീസ് നൽകിയത് അത്തരത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ. ഈ 2 തവണയും ചോദ്യം ചെയ്യലിന് ഇവർ ഹാജരായിരുന്നില്ല. തുടർന്ന് പോലീസ് വീട്ടിലെത്തി CCTV ഹാർഡ് ഡിസ്കുകളടക്കം പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടായിരുന്നു. എന്തായാലും ഇത്ര ദിവസമായിട്ടും ഈ കേസിൽ ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തീർച്ചയായും പോലീസിന്റെ ഒരു വീഴ്ചയായി തന്നെയാണ് കണക്കാക്കുന്നത്. മാത്രമല്ല, ഈ കേസിലെ 1ാം പ്രതിയായിട്ടുള്ള രാഹുൽ ഇപ്പോഴും വിദേശത്ത് ഒളിവിൽ കഴിയുകയാണ്. അയാളെ നാട്ടിലെത്തിക്കാനോ മറ്റ് നടപടികളിലേക്ക് കടക്കാനോ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് 2 പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കും കടന്നിരുന്നു. അതിൽ സീനിയർ CPO ആയിട്ടുള്ള രാഹുൽ രാജിന്റെ സീനിയർ CPO ആയിട്ടുള്ള ശരത് ലാലിന്റെ ഈ ജാമ്യാപേക്ഷയുള്ള വിധി ഈ മാസം 31-ന് കോടതി എന്തായാലും പറയും. എന്തായാലും ഇന്ന് ഏകദേശം ഉച്ചയോടുകൂടി തന്നെ ഇവരുടെ ജാമ്യാപേക്ഷയിൽ വിധി പറയുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്നത്. KP ആനന്ദ് പറഞ്ഞതുപോലെ തന്നെ ഇതുവരെയും മുഖ്യപ്രതിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. വിദേശത്തേക്ക് കടന്നു എന്ന് പറയുമ്പോഴും ഈ റെഡ് കോർണർ, ബ്ലൂ കോർണർ നോട്ടീസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളും ഈ തരത്തിൽ പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇത്രയും ദിവസം വലിയ രീതിയിലുള്ള പൊതുസമൂഹത്തിൻ്റെ വിമർശനങ്ങൾ ഉണ്ടാകുന്നു, വനിതാ കമ്മീഷൻ്റെ വിമർശനങ്ങൾ ഉണ്ടാകുന്നു, പോലീസിനെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ പോലും ഉണ്ടാകുന്നു. ഈ ഘട്ടത്തിൽ പോലും അന്വേഷണത്തിൽ കൃത്യമായ അല്ലെങ്കിൽ കാര്യമായ പുരോഗതി അന്വേഷണ സംഘത്തിന് നൽകാനും കഴിയുന്നില്ല, അല്ലേ? തീർച്ചയായും KP ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ വിവാദങ്ങളിൽ കൊണ്ട് വാർത്തകളിൽ ഇടം പിടിച്ചിരുന്ന ഒരു കേസാണിത്. അതായത് ഈ കേസ് ആരംഭിക്കുന്നത് തന്നെ ഇത്തരത്തിൽ ഈ പന്തീരങ്കാവ് സ്വദേശിയായിട്ടുള്ള രാഹുൽ, എറണാകുളം പറവൂർ സ്വദേശിയായിട്ടുള്ള യുവതിയെ കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് 6ാം ദിവസം മുതൽ വീട്ടിൽ സ്ത്രീധനത്തിന്റെ പേരിൽ പീഡിപ്പിക്കുകയായിരുന്നു എന്നാണ് യുവതി ഉന്നയിച്ച പരാതി. ഈ വിവരം പുറത്തറിയുന്നത് ഇത്തരത്തിൽ യുവതിയുടെ ബന്ധുക്കൾ ഈ യുവതിയെ കാണുന്നതിന് വേണ്ടി ഈ പന്തീരങ്കാവിലുള്ള രാഹുലിന്റെ വീട്ടിലേക്ക് പോകുന്നു. ശരീരത്തെ പാടുകൾ കാണുകയും തുടർന്ന് നടത്തിയ സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ വിവരം പുറത്തറിയുന്നത്. തുടർന്ന് ഈ യുവതിയും യുവതിയുടെ ബന്ധുക്കളും അടക്കം പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയും ഈ പോലീസുകാർ അവിടെ വെച്ച് ഇവരോട് അത്തരത്തിൽ ന്യായമല്ലാത്ത രീതിയിൽ, അതായത് ഈ കേസിനോടനുബന്ധിച്ചുള്ള രീതിയിൽ പെരുമാറിയില്ലെന്നും ഈ കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തുണ്ടായെന്നുള്ള ഒരു പരാതി തുടക്കം മുതലേ ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായി തന്നെ ഈ പന്തീരങ്കാവിലെ ഒരു SHO സസ്പെൻഡ് ചെയ്യുന്ന നടപടികളിലേക്കും പോയിരുന്നു. പിന്നീടാണ് ഇത്തരത്തിൽ 2ാമതൊരു പോലീസുകാരനെ ഈ കേസുമായി ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്യുന്നത്. അതായത് ഈ 1ാം പ്രതിയായ രാഹുലിനെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ചു എന്നുള്ള ഒരു കാര്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കേസിൽ ആദ്യം വളരെ നിസ്സാരമായിട്ടുള്ള വകുപ്പുകളാണ് ചേർത്തിരുന്നത്. അതായത് ഗാർഹിക പീഡനം അടക്കമുള്ള നിസ്സാര വകുപ്പുകൾ ചേർത്തിരുന്നു. പിന്നീടാണ് ഈ വധശ്രമത്തിലേക്ക് അടക്കം ഈ പത്രമാധ്യമങ്ങളുടെ അടക്കമുള്ള ഒരു സമ്മർദ്ദത്തിന്റെ ഭാഗമായി ഈ 307 അടക്കം ഈ രാഹുലിന് ചുമത്തിയത്. അപ്പോഴേക്കും പക്ഷേ രാഹുൽ ഈ വിദേശത്തേക്ക് കടന്നിരുന്നു. എന്നാലും ബ്ലൂ കോർണർ നോട്ടീസ് ഇന്റർപോളിന്റെ സഹായത്തോടു കൂടി പുറത്തിറക്കിയിരുന്നെങ്കിലും ഇപ്പോഴും ഈ രാഹുൽ ജർമ്മനിയാണെന്നുള്ള സ്ഥിരീകരണമുണ്ടെങ്കിൽ കൂടി നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ഇതുവരെ പോലീസിന് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല, ഈ പോലീസിനെതിരെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ രാഹുലിന്റെ ഈ പൊതുവെ പോലീസിനെതിരെ ഈ രാഹുലിന്റെ അമ്മയും സഹോദരിയും മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും അടക്കം പരാതി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് തങ്ങളെ മനഃപൂർവ്വം വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപിച്ചുകൊണ്ട് നേതൃത്വത്തിൽ പരാതി നൽകിയത്. അപ്പോൾ ആ തലത്തിൽ വളരെ വിവാദപരമായിട്ടുള്ള ഒരു കേസ് തന്നെ, പൊതുവെ ജനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസ്, അതിൽ കൃത്യമായിട്ടുള്ള ഒരു നിയമ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനോ ആരെയും അറസ്റ്റ് ചെയ്യാനോ പോലീസിന് ഇതുവരെ സാധിക്കാത്തതിൽ തീർച്ചയായും യുവജന സംഘങ്ങളടക്കം പ്രതിഷേധമായി രംഗത്ത് വന്നിട്ടുണ്ട്. KP